ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് ദിവസങ്ങളായി വിചാരിക്കണു നല്ല കപ്പയും മീനും കഴിച്ചാൽ കൊള്ളാലോ എന്ന്. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം, നമ്മളങ്ങനെ അധികം കപ്പയൊക്കെ വാങ്ങി അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ വളരെ കുറവായിട്ടോ. ഇടയ്ക്ക് എങ്ങാനും കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു സൺഡേ ദിവസങ്ങളിൽ. അതും വളരെ കുറവാണേ. നല്ല അടിപൊളി കേരമീൻ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോൾ തന്നെ ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അവിടെ ഇട്ടേക്കുകയാണ്. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കവറിനുള്ളിൽ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തിറക്കണ്ടേ. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കഴുകി അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുക്കാം. അങ്ങനെ കപ്പയൊക്കെ നല്ലപോലെ നന്നായി വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കപ്പയുടെ തൊണ്ടുകളൊക്കെ ഈ കുഞ്ഞു മറത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വേസ്റ്റിൽ കൊണ്ട് കളയണം. അപ്പോൾ ആ സമയം കൊണ്ട് മീനൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഞാനെടുത്ത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ. ഇനി കപ്പ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി നുറുക്കിയെടുത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആ സമയം നമുക്ക് നല്ല ചവച്ചവാന്നുള്ള മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, തക്കാളി, അതുപോലെ നമ്മുടെ കുഞ്ഞുള്ളി ഇല്ല, അത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അത് വെളുത്തുള്ളി, അങ്ങനെ എല്ലാം തന്നെ എടുത്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് ഒന്നോടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചടപടയുന്ന മീൻകറിക്കുള്ള പരിപാടികളും അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒറ്റ വീസിൽ കുക്കറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് സെറ്റ് ആയിക്കോളും. മീൻകറി ഫസ്റ്റ് തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ തക്കാളിയൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചങ്ങ് എടുത്തേണ്ട കേട്ടോ. പിന്നെ കുഞ്ഞുള്ളി കുനുകുനാന്ന് അരിഞ്ഞെടുത്തേണ്ട, അതുപോലെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതൊരു അരിപ്പ പാത്രത്തിലോട്ട് ഞാൻ ഫുള്ളങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം കേട്ടോ ആ ഒരു ചെരുവത്തിലോട്ട് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി അതിനുള്ള അരപ്പൊക്കെ അതിനകത്തോട്ട് തന്നെ ചേർത്ത് ഇളക്കി എടുത്താൽ മതിയല്ലോ, ആ പാത്രത്തിലാവുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് കരുതി. അപ്പോൾ ഈ സമയം കൊണ്ട് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കടുക് പൊടിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് കടുക് ഇട്ടില്ലേ, സാധാരണ ഞാൻ കടുക് ഇടാറുണ്ടായിരുന്നു കേട്ടോ, അന്നെന്തോ ഇട്ടില്ല, ഉലുവയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ലപോലെ കടുകൊക്കെ ഒന്ന് മൂത്ത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ചിടാൻ നിന്നില്ല, ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. സാധാരണ ഞാൻ ചതച്ചിടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതേ ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ, അങ്ങനെ ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴണ്ട് സെറ്റായിട്ടൊന്ന് വരട്ടെ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാനും കരിഞ്ഞൊക്കെ പോയാലും പ്ലീസ്, കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല പണികൾക്കും പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ചട്ടിയാണെങ്കിൽ നല്ല ചൂട് കാരണം നല്ല പഴുത്താണല്ലോ ഇരിക്കണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അധികം അങ്ങോട്ട് കരിഞ്ഞ് അല്ലെങ്കിൽ നല്ലപോലെ അങ്ങ് വഴണ്ടി നിൽക്കണ്ട, കുറച്ചൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചും അതുപോലെ ടേസ്റ്റിനനുസരിച്ചും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം മുളക് പൊടി വളരെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് എരിവൊക്കെ കുറച്ച് വെച്ചേക്കുന്ന കാരണം കൊണ്ട് നമ്മൾ വളരെ കുറച്ചാണ്, നോമ്പിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് മുളക് പൊടിയൊന്നും അരി വിതറാൻ നിന്നില്ല, കാശ്മീരിയാണ് കൂടുതലും ഇട്ടേക്കുന്നത്. അപ്പോൾ മീൻകറി ആകുമ്പോൾ നല്ല എരിവൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരുടെ എരിവനുസരിച്ച് പൊടികളൊക്കെ ഇടുക. ഈ ചുവന്ന മുളകിട്ട ഈ മീൻകറി അടിപൊളിയാണല്ലേ, 2-3 ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളൂല്ലേ. ഇവിടെ ഇരിക്കുന്നവരും നല്ല ടേസ്റ്റ് ആവും. നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തേനൊക്കെ അത്യാവശ്യം ഓടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു മീൻകറിയാണ്. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പൊടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയൊക്കെ തെളിയുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് സെറ്റായിട്ടൊന്ന് വെന്ത് അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ചിലരൊക്കെ ഈ മിക്സിയുടെ ജാറിലിട്ട് ഈ തക്കാളി ഇങ്ങനെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും ഈ പൊടി ഐറ്റംസൊക്കെ ചേർക്കുന്നതും. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് മീൻകറി ഉണ്ടാക്കുന്നവരുണ്ട്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
കുറച്ചധികം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല അടിപൊളി മെത്തേഡാണ് അതൊക്കെ. നമ്മളിവിടെ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നൈറ്റ് പിന്നെ എനിക്ക് കറി ഒന്നും ഉണ്ടാക്കണ്ട, ചപ്പാത്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഒഴിക്കൊള്ളൂ കേട്ടോ. അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്, പുട്ടിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്, ദോശയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ അത്യാവശ്യം മീൻകറി ഒഴിക്കൊള്ളും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്ക ഫുഡിൻ്റെ കൂടെയും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിനിങ്ങനെ ഫ്രൈ ആയിട്ടുള്ളത് കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല, മീനിൻ്റെ കുറച്ച് ചാറ് തന്നെ മതി, ധാരാളം. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് അരപ്പൊക്കെ ഒന്ന് റെഡി ആയപ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ആ പുളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ വെള്ളവും കൂടെ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോഴേക്കും ഇനി നന്നായി തിളയ്ക്കുമ്പോൾ പുളിയൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോളും. അല്ലേ പിന്നെ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പുളി വയ്ക്കുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ നോർമൽ വാട്ടറിലാണ് ഇട്ട് വെച്ചത്, അതുകൊണ്ട് പുളി അത്ര സെറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് തിളച്ചൊക്കെ ഒന്ന് റെഡിയായി വന്നോളും. അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ള കൂട്ട് നന്നായി തിളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും മീൻ കഷ്ണങ്ങളിലും ഉപ്പ് വേണ്ടേ, അപ്പോൾ നമുക്ക് ആ ഉപ്പൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി ഇതേ കിടന്ന് നല്ലപോലെ തിളച്ച് മറിയണ കണ്ടോ. അപ്പോൾ ഈ സമയം ഞാൻ ഒരു മുളക് എടുത്തിട്ട് അത് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് അതും അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എരിവൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഒരു മുളകും കൂടെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ധാരാളം കറിവേപ്പിലൊക്കെ ഞാൻ മാരി വിതറുന്നുണ്ട് കേട്ടോ മിക്ക കറികളിലും. അപ്പോൾ ഈ മീൻകറിയിലും അത്യാവശ്യം കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് എവിടെയും പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ, അത് തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഓർക്കണില്ല ഗീസ്. അപ്പോൾ ഇനി മീൻകറി തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോഴും ഞാൻ കറിവേപ്പിലിടും, അതങ്ങനെയാണ്, ശീലമായിപ്പോയി. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. പറ്റുമെങ്കിൽ ആ ചട്ടിയിൽ അങ്ങോട്ട് എടുത്ത് പൊക്കിയിട്ട് 2 കറക്കം കറക്കിയാൽ മതി. പക്ഷേ ആ സാഹസത്തിന് ഞാൻ ഒരിക്കലും മുതിരാറില്ല, എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ കൈ പൊള്ളാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ചെറിയ സ്പൂൺ തന്നെ ധാരാളം. ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കനെ, നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകരുത്, അങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടാവും, നല്ല ഭംഗിയില്ലേ, തിളച്ച് മറിയാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മൂടി വെച്ചു. എന്നിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് കപ്പ റെഡിയാക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഇത് തേങ്ങ, ചെറിയ ജീരകം, കറിവേപ്പില, മുളക്, 2 കഷ്ണം വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. പ്രാവശ്യം കൊണ്ടുവന്ന കപ്പ നല്ല അടിപൊളി കേട്ടോ, നല്ല പൊടി പോലെ ഇരിക്കും. ഇതിങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ, നല്ല രസമില്ലേ, നല്ല പൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞു തന്നെ സൈസ് കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ മീൻകറി ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ, നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതേ കപ്പ നല്ലപോലെ ഇടിച്ച് പരത്തി ഞാൻ ദേ നന്നായിട്ടങ്ങ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഈ പ്രാവശ്യത്തെ കപ്പ നല്ലപോലെ അങ്ങനെ ഉടഞ്ഞ് സെറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറന്നുപോയൊരു കാര്യമായിരുന്നു, മീനൊന്ന് വറുക്കാനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം മീനൊക്കെ ഒന്ന് വറുക്കാനിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി, നമുക്കിനി കഴിക്കാനായിട്ട് തുടങ്ങാം. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല ഗൈസ്, കൊത്തിയായിട്ടും വയ്യ, എന്താ ചെയ്യുക. ആ വരുന്നതിന് മുന്നേ ഞാൻ അങ്ങെടുത്ത് കുറച്ചങ്ങോട്ട് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതുപോലെ നിറയെ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ച് കിടക്കുന്നുണ്ട്. നിറയെ ചാറൊഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. അങ്ങനെ മീൻ വറുത്തതും എടുത്തു. ഇനിയിപ്പോൾ പോയിട്ട് ഞാനന്ന് അങ്ങോട്ട് കഴിക്കട്ടെ, എന്താ ടേസ്റ്റ് എന്നോ. പിന്നെ അങ്ങോട്ട് ഞാനങ്ങ് വീഡിയോ എടുക്കണ കാര്യമേ മറന്നു കേട്ടോ. ഞാൻ പോയി ഇരുന്നിട്ട് ടി വി ഒക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഫുള്ള് ഇങ്ങനെ കഴിക്കലായിരുന്നു. ഒരു കട്ടനൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണമെന്നും അതൊക്കെ കുടിച്ചിരിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മീൻകറി റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സോയിക്കുട്ടിയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ കണ്ടതാട്ടോ, ഈ ടെഡി ബിയർ വോളിബോൾ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നു, നോക്കുന്നുകൂടി ഇല്ല. ഒന്ന് വിളിച്ചു നോക്കാല്ലേ. സോയി മോയ്ക്ക് ദേടി, സോയി കുഞ്ഞെ മോയ്ക്ക്, ഇതെങ്ങനെ കിടന്നുറങ്ങണേ, ഇതിങ്ങനെ കിടക്കണേന്ന് വല്ല പിടിയുണ്ടാ? ഇതെന്നത് ഇത് പകല് പൊത്തിയത് തന്നെയല്ലായിരുന്നോ പണി? പകല് പൊത്തി ഉറക്കം തന്നെയല്ലായിരുന്നോ? ഇതെന്തി കാണിക്കണേ, കിടക്കണ ഓരോരോ പോസ്. ഇതെന്നാണിത്? ഇങ്ങനിട്ട് വാ, ബാങ്ങട്
വാന്നേ വാടുള്ള ഇങ്ങട് ഇങ്ങോട്ട് വാടുള്ള വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നോ ബാ ബാ കൂട്ടില്ലേ കൂട്ടിലെത്ത് കുഞ്ഞാണോ ഇത് കൂട്ടിലെത്ത് കുഞ്ഞാണോ ഇത് പോയൊരു പെണ്ണെന്ന്